ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡെബിൾ സോറോ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുള്ളത് ഒരു പ്രീമിയം ബ്രസീലിയൻ പേഡ് സെൻസിയാണ്. സോ കഴിഞ്ഞ ഇതിൽ ഞാൻ പോൾ ഇട്ടിരുന്നു ടെലഗ്രാമിൽ. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഈ ഒരു പ്രീമിയം പേഡ് സെൻസിക്കാണ്. സോ അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നുള്ളത്. ഓക്കെ, ഈ ഒരു പേഡ് സെൻസി നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പേഡ് സെൻസി എന്ന് നിങ്ങൾ അറിയണം. കാരണം ഇത് കുറേ ആൾക്കാർ ഹാക്കാണെന്ന് വിചാരിക്കുന്നവരുണ്ട്, കുറേ ആൾക്കാർ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നവരുണ്ട്. ഹാക്കാണെന്ന് വിചാരിച്ച് തെറി വിളിച്ച് കമൻറ്റ് ഇടുന്നവരും അതല്ല അത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നവരുണ്ട്. ഒന്നാമതായിട്ട് ഇത് ഹാക്കല്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ്മെൻ്റ് ആക്കുന്ന ഒരു സംഭവം മാത്രമാണ് ഈ സെൻസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ ഗെയിമിനെ പറ്റി മൊത്തമായിട്ട് പഠിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ എക്സ്റ്റേണൽ സെറ്റിങ്സും ഇൻറ്റേർണൽ സെറ്റിങ്സും എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കണം, എങ്ങനെ മൂവ്മെൻറ്റ് ഇടണം, എങ്ങനെ കളിക്കണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ആക്കണം എന്നൊക്കെ എല്ലാം അറിയുന്ന ഒരു പ്ലെയർ, ഇതെല്ലാം അറിയാത്ത ഒരു പ്ലെയറിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു പ്ലെയർ ആ പറഞ്ഞു കൊടുത്ത അടിസ്ഥാനത്തിൽ എല്ലാം കളിച്ച് ഗെയിം പ്ലേ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ്മെൻ്റ് ആകും. ആ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്ന സ്പീഡ് മുമ്പ് ഇത് എല്ലാം മനസ്സിലാക്കി പഠിച്ചതിനേക്കാളും ഡബിൾ സ്പീഡിലായിരിക്കും ഇവന് ഇതൊക്കെ പഠിച്ചെടുക്കാം. കാരണം എന്താ, ആദ്യം എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പ്ലെയർ ഇതെല്ലാം സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ടൈം എടുക്കുന്നുണ്ട്. ഈ കണ്ടുപിടിച്ച സാധനം ഇവന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞു കൊടുത്ത അടിസ്ഥാനത്തിൽ ഇവനത് പെട്ടെന്ന് ചെയ്ത് പഠിക്കാൻ സാധിക്കും. സോ ഇതിനാണ് ആക്ച്വലി സെൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഫോൾഡർ, ഈ പറഞ്ഞ ഹെഡ് ഷോട്ട് സെറ്റിങ്സ്, ഇൻറ്റേർണൽ സെറ്റിങ്സ്, എക്സ്റ്റേണൽ സെറ്റിങ്സ് പറഞ്ഞാൽ ഫ്രീ ഫയറിന് പുറത്ത് വെക്കുന്ന സെറ്റിങ്സ്, എക്സ്റ്റേണൽ സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ ഫ്രീ ഫയറിന് പുറത്തുള്ള DPI, പോയിൻ്റ് സ്പീഡ്, അങ്ങനെയാണ്. ഇൻറ്റേർണൽ സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ ഫ്രീ ഫയറിനുള്ളിലുള്ള സെൻസിറ്റിവിറ്റി, ഇൻറ്റേർണൽ സെറ്റിങ്സ് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് സെറ്റിങ്സ്. ഈ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതും ഗെയിം പ്ലേ ടിപ്സ് ആൻഡ് ട്രിക്സും ഹെഡ് ഷോട്ട് മൂവ്മെൻറ്റ് ട്രിക്സും ഇതൊക്കെ ഒരു വീഡിയോ ആക്കി ഫോട്ടോ ആക്കിയിട്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഫ്രീ സെൻസിയും പെയ്ഡ് ആക്കി കൊടുക്കുന്നത് പെയ്ഡ് സെൻസിയും. ഇങ്ങനെ ഫോൾഡർ ആക്കി കിട്ടുന്ന ഈ ഒരു സാധനത്തിനാണ് പെയ്ഡ് സെൻസി എന്ന് പറയാം. പൈസ കൊടുത്ത് മേടിക്കുന്നതിന് പെയ്ഡ് സെൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കുറേ വീഡിയോസ് കാണും ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ബാക്കിയുള്ളതിലൊക്കെ. ആ വീഡിയോസ് നല്ലോണം ചെക്ക് ചെയ്താൽ അവർ അടിക്കുന്നത് കാണും. അപ്പോൾ അവരടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവരെ പോലൊക്കെ അടിക്കാൻ കഴിയുന്നത്. ആക്ച്വലി അവരൊരു പാനലാണ് യൂസ് ചെയ്യണത്. പിന്നെ അതേപോലെ 100% ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരൊരു പാനൽ ഫയലും കൂടി തരും. പ്രൈവറ്റ് ഡിവൈസ് ഹാക്കാണ് അത്. ഓക്കെ, പ്രൈവറ്റ് ഡിവൈസ് ഹാക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങളുടെ ഡിവൈസിൽ മാത്രം വർക്കാവും. വേറൊരു ഡിവൈസിൽ വർക്കാവാത്ത കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സെൻസിറ്റിവിറ്റി ആണെന്ന്. സോ അങ്ങനെ ഒരു സാധനം നിങ്ങളെ തന്ന് പറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത്. ചിലപ്പോൾ അത് അക്കൗണ്ട് ബാനാവും. ഓക്കെ, ഇവിടെ തന്നെ കണ്ടുപിടിച്ച അക്കൗണ്ട് ബാനാവുന്ന 100% ഷുവറാണ്. അത് കണ്ടുപിടിക്കാത്ത രീതിയിലാണ് അവർ ഉണ്ടാക്കി തരാം. എനിക്ക് ഓരോ സിസ്റ്റമൊക്കെ അപ്ഗ്രേഡഡ് ആണ്, അതുകൊണ്ട് അത് ബാങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പ്രീമിയം പെയ്ഡ് സെൻസി. അപ്പോൾ ഈ പെയ്ഡ് സെൻസി പറഞ്ഞാൽ ഈ ഫോൾഡർ മാത്രം തരുന്നതിനാണ് പെയ്ഡ് സെൻസി എന്ന് പറയാം. അതല്ല ഹാക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ടെങ്കിൽ അത് ഹാക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതെങ്ങനെയാണ് തരുന്നത്, നിങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീഡറിൻ്റെ വീഡിയോ എടുത്ത് നോക്കാം. അവരുടെ നെക്കിലും ചെസ്റ്റിലും അടിക്കുമ്പോഴൊക്കെ അല്ലേ ഹെഡ് ഷോട്ട് കയറുന്നതായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ബോഡി ഹെഡ് ഷോട്ട് ഹാക്കാണ്. 100% ബോഡി ഹെഡ് ഷോട്ട് ഹാക്കാണ്. ഇതിനു മുമ്പ് ഹാക്ക് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പെയ്ഡ് സെൻസി പറഞ്ഞാൽ ആക്ച്വലി ഇതാണ്. ഒരുപാട് നല്ല വൃത്തിക്ക് ഇത് വിൽക്കുന്ന യൂട്യൂബേഴ്സും റീലേഴ്സും ഒക്കെ ഉണ്ട്. അവർ കറക്റ്റ് ഈ സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. സോ അത് നിങ്ങളുടെ രീതിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടിപ്സും ട്രിക്സും പിന്നെ ഓരോ മൊബൈൽ ഡിവൈസിൻ്റെ ഒക്കെ പ്രത്യേകമായിട്ടൊക്കെ എടുത്ത് തരുന്നുണ്ട്. സോ അതിനാണ് പല കാറ്റഗറൈസ് ചെയ്തിട്ട് ഈ പെയ്ഡ് സെൻസി ആണ് പ്രീമിയം, എക്സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പെയ്ഡ് സെൻസി എന്ന് പറയുന്നത്. ഇത്രയാണ്. സോ ഇന്ന് ഞാൻ കൊണ്ടുവന്നുള്ളത് അതേപോലത്തെ ഒരു ഫോൾഡർ സെൻസിയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, അതിൽ ബ്രസീലിയൻ ലാംഗ്വേജസ് ആണ്. ഓക്കെ, നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ സെറ്റിങ്സൊക്കെ വെക്കുന്ന രീതിയും അതേപോലെ സെൻസിറ്റിവിറ്റിൻ്റെതും പല ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഫയൽസോ ഫോൾഡറോ ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു സെൻസിയാണ്. ഓക്കെ, പക്ഷെ അതൊക്കെ ബ്രസീലിയൻ ലാംഗ്വേജസ് ആണ്, ഇംഗ്ലീഷ് അല്ല. ബ്രസീലിയൻ ലാംഗ്വേജസിലാണ് അതെല്ലാം കൊടുത്തിട്ടുള്ളത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു വേറെ ഫോണിൽ ഈ സെൻസിറ്റിവിറ്റി ഡൗൺലോഡാക്കി വെക്കുക. എന്നിട്ട് ആ വീഡിയോ ഓപ്പൺ ആക്കുക. ആ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ അതേപോലെ സ്ക്രോൾ ചെയ്തിട്ട് എന്തൊക്കെയാണ് അവർ ചൂസ് ചെയ്യണമെന്ന് നോക്കിയിട്ട് അതൊക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്റ്റേണൽ സെറ്റിങ്സും ഇൻറ്റേർണൽ സെറ്റിങ്സും അതായത് അവിടെ ഗെയിം പ്ലാൻ്റെ മൂവ്മെൻറ്റ്സ് ട്രിക്സൊക്കെ അവർ ആരോ മാർക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്.
അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതേപോലെ പ്രാക്ടീസ് ചെയ്യലാണ് ഈ ഒരു സെൻസിറ്റിവിറ്റി സെറ്റിങ്സ് എന്നൊക്കെ പറയുന്നത്. സോ ഇതിനിടയിൽ കുറേ ഗെയിം പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറി അടിക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് കുറേ ഹെഡും കയറുന്നുണ്ട്, ഓൾമോസ്റ്റ് കുറേ ബോഡിയും കയറുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സെറ്റിങ്സ് സെൻസിറ്റിവിറ്റി വെച്ചാൽ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ട് ഒരു ഫയലിൻ്റെ ഡൗൺലോഡൊക്കെ ഇങ്ങനെ വരും. അത് ജസ്റ്റ് എക്സ്ട്രാ ഹിയർ അടിക്കുക. അപ്പോൾ എക്സ്ട്രാ ഹിയർ ഈ സെൻസീവ് ആണെന്ന് പറഞ്ഞാൽ ഈ ഫയലൊന്ന് എക്സ്ട്രാ ഹിയർ അടിക്കുക. എക്സ്ട്രാ ഹിയർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഫോൾഡേഴ്സ് വരും. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇംഗ്ലീഷ് വെർഷനാക്കി മലയാളം വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള എല്ലാ കംപ്ലീറ്റഡ് സാധനം, അതായത് ഇതുപോലത്തെ രണ്ട് മൂന്നോ പ്രീമിയം വേർഡ് സെൻസ് കൂടി എൻ്റെ കയ്യിലുണ്ട്. സോ അതെല്ലാം അനലൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊത്തം പെയ്ഡ് സെൻസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിൽ മലയാളം വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. കമൻറ്റ് ബോക്സ് അനുസരിച്ചായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഫോൾഡർ കാണും. ഓരോ ഫോൾഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ വീഡിയോസ് കാണും. ഇതിൽ എക്സ്റ്റേണൽ സെറ്റിങ്സും ഇൻറ്റേർണൽ സെറ്റിങ്സും അത് പോരാത്തതിന് ഗെയിം പ്ലേ ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ടൈപ്പിൽ ഓരോ വീഡിയോസാണ്. കുറേ ടൈപ്പ് ഫയൽസ് ഫോൾഡേഴ്സ് ഉണ്ട്. ആ ഓരോ ഫോൾഡേഴ്സിനും ഓരോ കാര്യങ്ങൾ പറയുന്നത്. ചിലതിൽ സെൻസിറ്റിവിറ്റീൻ്റെ ഫോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ കണ്ടോ സെൻസിറ്റിവിറ്റി, പിന്നെ കസ്റ്റം ഹഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഫോൾഡേഴ്സിന് പറയണതാണ് ആക്ച്വലി സെൻസി എത്രയാണ്. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രീ സെൻസി, പെയ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പെയ്ഡ് സെൻസി, അത്ര തന്നെ. സോ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ അറിയിച്ചതിന് ശേഷം ഞാൻ അതേപോലത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വീഡിയോ അറിയിക്കും. പിന്നെ iOS-ൻ്റെത് പറഞ്ഞാൽ iOS ആരെങ്കിലും ഒരാൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സാധിക്കുമെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ചെയ്യും. ഓക്കെ, ഇതിനനുസരിച്ച് ഇത് പ്രകാരം ആ വീഡിയോയും ഞാൻ ചെയ്യുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യും.